ഗുഡ് ഈവനിങ്. അടുത്ത ആഴ്ച മുതൽ ഭാരതമെമ്പാടും നവരാത്രി ഉത്സവം ആഘോഷിക്കപ്പെടുകയാണ്. നവരാത്രി എന്ന് പറഞ്ഞാൽ 9 രാത്രി എന്നാണ് അർത്ഥം. നവം എന്ന് വെച്ചാൽ 9. ഈ 9 ദിനങ്ങളിൽ ആദിപരാശക്തിയായ ദുർഗാദേവിയെ 9 രൂപങ്ങളിൽ പൂജിക്കപ്പെടുന്നു. ആദ്യത്തെ ദിവസം ശൈലപുത്രിയായിട്ടും, 2-ാം ദിവസം ബ്രഹ്മചാരിണിയായിട്ടും, 3-ാം ദിവസം ചന്ദ്രകാന്ത, 4-ാം ദിവസം കുഷ്മാണ്ഡ, 5-ാം ദിവസം സ്കന്ദമാത, 6-ാം ദിവസം കാത്യായനി, 7-ാം ദിവസം കാളി, 8-ാം ദിവസം മഹാഗൗരി, 9-ാം ദിവസം സിദ്ധിദാത്രി എന്നിങ്ങനെ ഉള്ള ദേവീഭാവങ്ങളിൽ പൂജകൾ ചെയ്യപ്പെടുന്നു. ഇത് സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ് ആഘോഷിക്കപ്പെടുന്നത്. അതായത് കന്നിമാസത്തിലെ വെളുത്തപക്ഷം പ്രഥമ മുതൽ നവമി വരെയാണ് ആഘോഷിക്കപ്പെടുന്നത്. ഈ നവരാത്രിയുടെ സന്ദേശം, അതായത് തിന്മയുടെ മേൽ നന്മ നേടിയ വിജയം. നമുക്കറിയാം, ദുർഗാദേവി ക്ഷിപ്രപ്രസാദിയാണ്, ക്ഷിപ്രകോപിയുമാണ്. നമ്മൾ നിരന്തരം ദേവിയെ പൂജിച്ചാൽ നമുക്ക് അതിൻ്റേതായ ഐശ്വര്യം നമുക്ക് എന്നുമുണ്ടാകും. അതുകൂടാതെ അവസാന 3 ദിവസങ്ങൾ, അതായത് ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി, ഈ 3 ദിവസങ്ങൾ, അവസാനത്തെ 3 ദിവസങ്ങളാണ് ഏറ്റവും പ്രാധാന്യമേറിയത്. അതായത് ദുർഗാഷ്ടമി ദിവസം പുസ്തകങ്ങൾ, പണിയായുധങ്ങൾ എന്നിവ പൂജയ്ക്ക് വയ്ക്കുന്നു. ദുർഗാഷ്ടമിയും മഹാനവമിയും കഴിഞ്ഞ് വിജയദശമിയുടെ അന്ന് ഇതെല്ലാം നമ്മൾ എടുക്കുന്നു, വിദ്യ ആരംഭിക്കുന്നു. പിന്നെ കലയുടെ ഒരു ഉത്സവം കൂടിയാണ് നവരാത്രി. ദേവിയെ പ്രകീർത്തിക്കുന്ന സ്തോത്രങ്ങളും ദേവീ മഹാത്മ്യം, ലളിത സഹസ്രനാമ സ്തോത്രം, ഇതെല്ലാം നിത്യേന വായിക്കുന്നു. ഇത് നിത്യവും വായിക്കുന്നതും, ഈ 9 ദിവസം വായിക്കുന്നതും വളരെയധികം നല്ലതാണ്. കുടുംബത്തിനും ഐശ്വര്യവും എല്ലാം കൈവരാനും ഈ ദേവിയെ 9 ദിവസങ്ങളിൽ പറ്റുമെങ്കിൽ വ്രതമെടുത്ത് ആരാധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം വളരെ പെട്ടെന്നായിരിക്കും. മൂകാംബിക അമ്പലത്തിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ വളരെയധികം ആർജവത്തോടെയാണ് ഇത് ആഘോഷിക്കപ്പെടുന്നത്. ദേവിയെ അന്ന് പുഷ്പരഥങ്ങളിൽ ആനയിക്കുന്നു. അവിടെ വിദ്യാരംഭം നടത്തുന്നു. ഇങ്ങനെയുള്ള ക്ഷേത്രകലകൾ അവിടെ ഈ 9 ദിവസവും വളരെ അത്യാഘോഷപൂർവ്വം നടക്കുന്നു. അങ്ങനെ എന്തുകൊണ്ട് നോക്കിയാൽ ഈ നവരാത്രി ദിവസങ്ങൾ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനും തിന്മയെ എതിർക്കുവാനും നന്മ ചേർത്ത് പിടിക്കാനും നമുക്ക് സാധിക്കണം.
നമ്മുടെ ജീവിത പാന്താവിൽ നന്മകൾ മാത്രം നിറയണം. തിന്മകളെ നമ്മൾ എതിർക്കണം. സാക്ഷാൽ ജഗദീശ്വരിയായ ദുർഗാദേവി ഈ 9 ദിവസങ്ങളിലും നമുക്ക് തരുന്ന സന്ദേശവും ഇതാണ്. അതുകൊണ്ട് എല്ലാ വീടുകളിലും, വീടുകളിലും നമുക്ക് പൂജ വയ്ക്കാം, അതിനും കുഴപ്പമില്ല. ക്ഷേത്രങ്ങളിലാണ് മിക്കവരും കൊണ്ടുപോകുന്നത്. ഇനി അഥവാ അതിനുള്ള സൗകര്യങ്ങളില്ലെങ്കിൽ നമ്മുടെ പൂജാമുറിയിൽ, വീട്ടിൽ പൂജാമുറി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് പ്രത്യേക വളരെ ശുദ്ധിയായ ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ദേവീ വിഗ്രഹങ്ങൾ വച്ച് ഈ 9 ദിവസവും ദേവീ നാമങ്ങൾ ഉരുവിട്ട് നമ്മൾ ഈ നവരാത്രി ആഘോഷിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം പെട്ടെന്നാണ്. അതുകൊണ്ട് ദുർഗാദേവി, മഹാലക്ഷ്മി ഇവരുടെയെല്ലാം ഭാവങ്ങളും രൂപങ്ങളും നമ്മുടെ മനസ്സിൽ നിറയണം ഈ ദിവസങ്ങളിൽ. എന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഒരു ശാശ്വതമായ ഗുണഫലം കിട്ടുകയുള്ളൂ. നമുക്കറിയാം, ദേവി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം അമ്മയാണ്, ജഗദീശ്വരിയാണ്, ജഗത്തിൻ്റെ അമ്മയാണ്. ആ ജഗത്തിൻ്റെ അമ്മ അത്ര നിസ്സാരക്കാരിയല്ല. നമ്മൾ ദേവി ഭാഗവതം, ദേവി നവാഹയജ്ഞം ഇതുകളിൽ പങ്കെടുക്കുക, വായിക്കുക. അതേപോലെ ലളിത സഹസ്രനാമസ്തോത്രം ഈ 9 ദിവസങ്ങളിലും മുടങ്ങാതെ വായിക്കുക. ക്ഷേത്ര ദർശനം നടത്തുക ഈ 9 ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് കുട്ടികളുമായിട്ട്. കാരണം കുട്ടികളാണ് അവരാണ് ഇവർക്ക് ഏറ്റവും പ്രിയമേറിയത്. അതായത് വിദ്യ, അവർക്ക് നല്ല ബുദ്ധി തോന്നിക്കുവാനും അവരുടെ കഴിവുകളെ പുറത്തെടുക്കുവാനും ദേവിയുടെ അനുഗ്രഹം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. എല്ലാം മറന്നുള്ള ആഘോഷമാണ് നവരാത്രി ആഘോഷം. അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. എല്ലാം മറന്നിട്ടുള്ള, നമ്മളാണ്, നമ്മൾ ദേവിയാണ്, അല്ലെങ്കിൽ ദേവി നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ള ഒരൊറ്റ ചിന്തയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ നമ്മൾ ദേവിയെ ആരാധിക്കുകയാണെങ്കിൽ നിസ്സംശയം പറയാം, നമുക്ക് അതിൻ്റെ ഗുണം തീർച്ചയായും കിട്ടും. നമുക്ക് നല്ലത് തോന്നുക, നല്ലത് ചെയ്യുക, നല്ല വിചാരങ്ങൾ ഉണ്ടായിരിക്കുക, ഇതെല്ലാം ദേവിയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് മാത്രമേ സാധിക്കൂ. അത് വിശിഷ്യ ഈ നവരാത്രി ദിനങ്ങളിൽ നമ്മൾ ദേവിയുമായിട്ട് ഇടപഴകുമ്പോൾ നമ്മളിൽ ഉണരുന്ന ആത്മവിശ്വാസവും നമ്മളിൽ ഉണരുന്ന തേജസ്സും നമ്മളിൽ ഉണരുന്ന ജ്ഞാനവും ഒരിക്കലും അളക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് ഈ നവരാത്രി ദിനങ്ങൾ ഓരോ ദിവസവും നമ്മൾ ദേവിയുടെ ഭക്തരായി ദേവിയെ സകലമാന ഭക്തിയോടുകൂടി സ്മരിച്ച് ദേവീ പൂജകളിൽ പങ്കെടുത്ത് ദേവീ സ്തോത്രങ്ങൾ ജപിച്ച് ഈ 9 ദിവസവും
നമ്മൾ ധന്യരായിരിക്കണം എന്നാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന. അതുകൊണ്ട് നല്ല മനുഷ്യനാകാനും നല്ലൊരു ഹൃദയത്തിനുടമയാവാനും ജീവിതത്തിൽ വലിയ വലിയ ദുഃഖങ്ങളില്ലാതാകാനും നമുക്ക് ദേവിയുടെ അനുഗ്രഹം ആവശ്യമാണ്. അതുകൊണ്ട് ദേവിയെ സ്തുതിക്കുക, ദേവിയെ സ്മരിക്കുക, ദേവി പൂജ ചെയ്യുക, ദേവീക്ഷേത്രങ്ങൾ സന്ദർശിക്കുക തുടങ്ങി എല്ലാ നല്ല കാര്യങ്ങളും ഈ 9 ദിവസങ്ങളിലും നമ്മൾ സകുടുംബം ചേർന്ന് ദർശനം നടത്തി അതിൻ്റെ ഗുണങ്ങൾ നമുക്കും നമ്മുടെ കുടുംബത്തിനും ഐശ്വര്യം ഉണ്ടാകണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ദേവിയെ ഞാൻ നേരത്തെ പറഞ്ഞു, ദേവി ക്ഷിപ്രപ്രസാദിയാണ്. വളരെ പെട്ടെന്നാണ് അനുഗ്രഹം തരുന്നത്, വളരെ പെട്ടെന്നാണ് നമ്മളെ പ്രസാദിക്കുന്നത്. അതുകൊണ്ട് നിസ്സംശയം പറയാം, ദേവിയെ നിത്യവും ഭജിക്കുക. ഈവൻ നവരാത്രി കഴിഞ്ഞിട്ടും ദേവിയെ ഭജിക്കുന്ന ഉത്തമമാണ്. അത് പിന്തുടരുക, വിശ്വാസം വളർത്തുക, ദേവിയിലുള്ള വിശ്വാസം വളർത്തുക. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിനും നാടിനും വളരെയധികം ഐശ്വര്യവും മറ്റുള്ള എല്ലാ ഗുണഗണങ്ങളും ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. പിന്നെ നവരാത്രി ആഘോഷിക്കുക എന്ന് ഒരു ചടങ്ങല്ല, അത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. ദേവിയെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ദേവിയെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ മനസ്സിൽ ആവാഹിച്ച് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. അതിന് പറ്റുമെങ്കിൽ ക്ഷേത്ര ദർശനം തന്നെ നടത്തുക, ദേവീക്ഷേത്രങ്ങൾ സന്ദർശിക്കുക. ഒന്നുമല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ അതിനൊരു പ്രത്യേക സ്ഥലം കണ്ട് ശുദ്ധമായിട്ട് ദേവി വിഗ്രഹങ്ങൾ വച്ച് ദേവിയെ പൂജിക്കുക. ഈ 9 ദിവസവും മുടങ്ങാതെ പൂജിക്കുക. അതിൻ്റെ ഗുണം നമുക്കും നമ്മുടെ നാടിനും ഉണ്ടാകുമെന്നുള്ള കാര്യം നിസ്സംശയം ഇവിടെ പറയാം. അതുകൊണ്ട് ഈ വരുന്ന നവരാത്രി ദിനങ്ങൾ എല്ലാവരുടെയും ഹൃദയത്തിൽ ദേവിയുടെ സ്മരണ ഉണ്ടാകട്ടെ എന്ന്, ദേവിയുടെ കടാക്ഷം എല്ലാവർക്കും വേണ്ടുവോളം സിദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.